അച്ചോ, എന്താ ഭാർഗു, ഫാദർജി ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വെച്ചിട്ടുണ്ടല്ലോ. അല്ല, ഇതുവരെ കിടപ്പായിരുന്നു ആൾ, എന്നിട്ടിപ്പോ പിച്ചിലേക്ക് നേരൊരു വരവാ. ഇതാണ് ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. താനും അയാളുടെ മകനല്ലേ? ആ, നിനക്കും അതേ സ്പിരിറ്റ് ഉണ്ടോ? എഴുന്നേറ്റാൽ ഉടനെ അയാൾ എന്താ ചോദിക്കാന്ന് നിനക്കറിയാലോ. ചോദിച്ചതിന്റെ മറുപടി എന്താകണമെന്ന് നിനക്കറിയില്ല വിശ്വ. ഭാർഗു, ഇവിടെ റിഹേഴ്സലൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ലൈഫിൽ എന്തായാലും ഒരു ക്രിക്കറ്റർ ആയില്ല, ആക്ടറും ആയില്ല. പക്ഷേ ഇന്നിന്റെ പെർഫോമൻസ് നീ കണ്ടോ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത്. ആടിക്കുന്നാടി നേരെ ബോൾ സ്റ്റേഡിയത്തിന് പുറത്തേക്ക്. കണ്ടോ ഭാർഗു ഇനി എന്റെ പെർഫോമൻസ്? ഐ ആം കമ്മിങ്. നിങ്ങൾക്കാർക്കും എന്റെ രാമന്റെ കല്യാണത്തിന്റെ ചൂടൊന്നുമില്ലേ? അച്ഛനെന്താ ഇതിപ്പോ ഇങ്ങനെ പറയുന്നേ? അവന് ചേരുന്ന കുട്ടിയെ കണ്ടെത്തിയില്ലേ? അതുകൊണ്ടല്ലായോ ഇനി എന്തെല്ലാം കാര്യങ്ങൾ കിടക്കണം? നിങ്ങൾക്കൊന്നും ഉത്തരവാദിത്വമൊന്നുമില്ലേ? അവന്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നടത്താൻ ഞാൻ നിങ്ങളോട് ഇനി വിളിച്ചു നിർത്തി പറയണോ? എപ്പോഴാ പോകണ്ടേ സീതയുടെ വീട്ടിലേക്ക്? അതിനെക്കുറിച്ച് നിങ്ങൾ വല്ലതും ആലോചിച്ചിരുന്നോ? അച്ഛാ, ഇപ്പോഴല്ല അശോകന്റെ കല്യാണം കഴിഞ്ഞ അച്ഛന്. എനിക്ക് ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യമുണ്ട്. കൊച്ചുമോന്റെ കല്യാണം ആകുമ്പോഴേക്കും ഞാൻ തുള്ളിച്ചാടി നടക്കാൻ തുടങ്ങും. എന്റെ അത്ര ഉത്സാഹം നിങ്ങൾക്കില്ല. നോക്ക്, ഞാൻ എപ്പോഴും റെഡിയാ. വീട്ടിലെ മരുമക്കൾ എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ? എല്ലാവരും ഉണ്ടല്ലോ. ഒരു ദിവസം അങ്ങ് ഉറപ്പിക്ക്, സീതയുടെ വീട്ടിലേക്ക് പോകണം. കാര്യങ്ങൾ അവരും കൂടി ഒന്ന് അറിയണ്ടേ? യെസ് മുത്തശ്ശ, ഷുവർ. സീതയെ ഞാൻ വിളിച്ച് ഇൻഫോം ചെയ്തോളാം. പക്ഷേ അവളുടെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി വേണ്ടേ? കണ്ണിലെരിഞ്ഞു തുടങ്ങുന്നുണ്ട്. കാറ്റ് വീശി വിശ്വ. ഇതെനിക്കുള്ള സിഗ്നലാ. ഇനി കണ്ട ഒരു മാരക പെർഫോമൻസ്. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഭാർഗവി, ഒരു നല്ല ദിവസം നോക്കിയ മോളെ. അച്ഛാ, അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താടാ? റാമിന്റെ കല്യാണത്തിന് മുമ്പ് ഈ വീടിനെ കുറിച്ചും ഈ വീടിന്റെ ആസ്തിയെക്കുറിച്ചും എനിക്ക് അറിയണമെന്നുണ്ട്. അതായത് ഒരു ക്ലാരിറ്റി വേണമെന്നേ പറഞ്ഞല്ലോ, ഷെയർ അല്ല. അല്ല ചേട്ടൻ എന്താ ചോദിക്കുന്നേ? ആസ്തിയുടെ ഷെയറോ? എല്ലാം ഈ ഭാർഗവിയുടെ പ്ലാനായിരിക്കും. ഈ വീട് നശിപ്പിച്ചതും പോരാഞ്ഞിട്ട് ആസ്തിവാരം കൂടി ഇളക്കാൻ നോക്കാവള്. ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാ നേരെ അങ്ങോട്ട് ചോദിച്ചോ. അതിപ്പോ അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ ഞങ്ങൾക്കൊരു ശ്രദ്ധയുണ്ട്. ഇല്ല എന്നല്ല. ഇനിയിപ്പോ നാളെ ഈ വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാലും അവളെ ഞങ്ങളെ ഈ വീട്ടിലെ കുട്ടിയായിട്ടേ കാണുകയുള്ളൂ. അതൊക്കെ അങ്ങനെ തന്നെയാ. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേ വേണ്ട. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. അതായത് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു മകനുണ്ടല്ലോ, എന്താകും? പരമ്പരാഗതമായി എനിക്ക് കിട്ടിയ എല്ലാത്തിലും നിങ്ങൾക്ക് പങ്കുണ്ടാവും. അതേക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. എന്റെ മക്കളോട് ഞാൻ വിശ്വാസവഞ്ചന കാണിക്കില്ല. ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? മതി അച്ഛാ, എനിക്ക് വിശ്വാസമുണ്ട്. ഇനി പറയുന്നത് തെറ്റായിട്ട് എടുക്കരുത്. എനിക്കിനി അറിയാനുള്ളത് ഈ വീടും ആസ്തിയും നമുക്കിടയിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന. വിശ്വ, എന്തിനിപ്പോ ഇതൊക്കെ? ഒന്ന് അടങ്ങിയിരിക്കും ഭാർഗവ്. പറയോ അച്ഛാ, എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. ചെറിയ പ്ലീസ് സീരിയസ് ആവാതെ. ഇതെല്ലാം നിങ്ങൾക്കുള്ളതാ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ട? ഒരു ക്ലാരിറ്റി അല്ലേ? മുത്തശ്ശൻ എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ അതിന്റെ പകുതി നിങ്ങൾക്കും കിട്ടും, പകുതി സത്യം ചെറിയച്ഛനും കിട്ടും.
ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എനിക്ക് നമ്മളുടെ കമ്പനി കൂടുതൽ ഇമ്പ്രൂവ് ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞാൽ ഇതൊന്നും മാറില്ല ചെറിയച്ച. ഇൻഫാക്ട് സീതയും ഇത് തന്നെയാ പറയുന്നത്. ഓ, ഇപ്പൊ രാമ, നീ പറയുന്നതനുസരിച്ച് ഈ വസ്തുവിന്റെ പാതി ഭാഗം ഞങ്ങൾക്ക്, അതായത് എനിക്കും ഭാർഗവിനും, ബാക്കിയുള്ള പാതി സത്യയ്ക്കും സാധനയ്ക്കും. ഇങ്ങനെ തന്നെയല്ലേ ചാ? മുത്തശ്ശ പ്ലീസ് പറ. എടാ രാമ, നീ വളരെ ഇന്നസെന്റ് ആണ്. നിനക്ക് ചില കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോ വിശ്വ, എന്തിനിപ്പോ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നേ? അച്ഛാ, എന്തിനാ നിങ്ങൾ ഇതൊക്കെ കേട്ട് കണ്ണു നിറയ്ക്കുന്നേ? ഭാർഗവ്, മിണ്ടാതിരിക്കാൻ. ക്ലാരിറ്റി കിട്ടിയേ പറ്റൂ. ദേ രാമ, ഞാൻ പ്രാക്ടിക്കലായിട്ടാ സംസാരിക്കുന്നത്. ഇനി നാളെ അച്ഛൻ ഇല്ലാത്തൊരു സന്ദർഭത്തില് നമുക്കിടയിൽ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ. മുത്തശ്ശ, നിങ്ങൾക്ക് ക്ഷീണമായി കാണും. നിങ്ങൾ ആദ്യം ജ്യൂസ് കുടിക്കേ. ഞാൻ കുടിച്ചതാ ചക്കരെ. പിള്ളേരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? മാഡം, ഹെൽപ്പ് ചെയ്തോട്ടെ. മുതിർന്നവരെ ഹെൽപ്പ് ചെയ്യണമെന്നാ. പ്രായമായവരെ ഹെൽപ്പ് ചെയ്യുന്നത് നല്ല കാര്യാ. യെസ് മാം. സിഹി, നിന്റെ അമ്മ കല്യാണം കഴിക്കുന്ന റാമില്ലേ, ശരിക്കും ഹീറോയാ. അവരയച്ച ബോഡി ഗാർഡ് കാരണം എന്ത് ഉപകാരാണെന്ന് കണ്ടോ? എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ഛാ. ആ മോളെ. സിഹി, സിതമ്മ ഓഫീസിലേക്കാണോ? ഞങ്ങൾ ഇവിടെ സിനിമ ഷൂട്ടിംഗ് കളിച്ചോണ്ടിരിക്കുക. കുറെ നേരം വെയിലത്തിരുന്ന് കളിക്കണ്ട കേട്ടോ. കെയർഫുൾ. ഓക്കേ. സീത, കമ്പനി ഓണറിനെ കല്യാണം കഴിക്കാൻ പോവാ, എന്നിട്ട് ഇപ്പോഴും ജോലിക്ക് പോണോ? ഞാനൊരു ജോലി ചെയ്യുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത്? അയ്യോ, നിനക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാലോ എന്ന് കരുതി പറഞ്ഞതാ. അമ്മേ, ഞാൻ പോയിട്ട് വരാട്ടോ. സീത, നല്ല വെയിലുണ്ട്. കുറച്ച് ജ്യൂസ് കുടിച്ചിട്ട് പൊക്കോ മോളെ. ഇല്ല, കുഴപ്പമില്ല അമ്മേ, ഓൾറെഡി ലേറ്റായി. ചേച്ചി, സീതയ്ക്ക് എന്താ ഒരു വിഷമം പോലെ, മുഖത്തിനൊരു തെളിച്ചമില്ല. ഉള്ളിൽ എന്തോ വിഷമമുള്ള പോലെ ഉണ്ട്. വിശ്വ, നിന്റെ കല്യാണം വേണമെങ്കിൽ നാളെ നടത്താം. വി ആർ റെഡി അല്ലേ ഭാർഗു? നിന്റെ കല്യാണം നാളെ തന്നെ നടക്കും. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു ക്ലാരിറ്റി വേണം. ദാറ്റ്സ് ഇറ്റ്. ചേട്ടാ, ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഇതൊന്നും ഒട്ടും ശരിയല്ല കേട്ടോ. അല്ല, നിങ്ങൾക്ക് ഇവിടെ എന്തിന്റെ കുറവുള്ളേ? നമ്മൾ ഒരുമിച്ച് നിൽക്കാനുള്ള ചേട്ടനും ചേച്ചിയുടെ സ്വപ്നമല്ലേ? സത്യം, നമ്മൾ എപ്പോഴും ഒരുമിച്ച് തന്നെ ആയിരിക്കും. എനിക്ക് ഈ സ്വത്തിൽ നിന്നൊരു ചില്ലി കാശ് പോലും വേണ്ട. പക്ഷെ ഒരു ക്ലാരിറ്റി വേണം. ഇനി അതല്ല, അച്ഛൻ നാളെ ഇല്ലാതായാലും നമുക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. നമുക്കിടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും പാടില്ല. അതിനു വേണ്ടിയാ. അങ്ങനെ വല്ലതും ഉണ്ടായ വീട്ടിലെ മൂത്ത പുത്രനായി പോയില്ലേ, ഉത്തരവാദിത്വം മുഴുവൻ എന്റെ തലയിലാവും. അതിനൊരു ക്ലാരിറ്റി വേണമെന്നാ പറഞ്ഞത്. അത് മതി, അത്ര മാത്രം മതി. എന്റെ ഭർത്താവായിട്ട് ഇന്നെങ്കിലും നിങ്ങളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായല്ലോ. കൊള്ളാം. രാമന്റെ കല്യാണമായ എല്ലാവരും അതിന്റെ സന്തോഷത്തിലും ആവേശത്തിലൊക്കെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നിട്ടിപ്പോ മനസ്താപവും വിഷമവും ഒക്കെ തന്നെയുള്ളൂ. എല്ലാവരും ഒരുമിച്ച് രാമന്റെ കല്യാണം നടത്തും.
മരുമകളെ സന്തോഷത്തോടെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നൊക്കെ കരുതിയപ്പോ ആസ്തിയുടെ അളവ് എത്രയാന്നാ വന്നിരുന്ന് ചോദിക്കുന്നേ ബേഷ്. അച്ഛനിങ്ങനെ വിശ്വ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ആസ്തിയെ കുറിച്ചൊരു ക്ലാരിറ്റി വേണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോ നീ ആ ലോയറെ ഒന്ന് വിളിച്ചേ. ഇയാൾക്ക് വേണ്ട ക്ലാരിറ്റി അദ്ദേഹം കൊടുത്തോളൂ. എന്നാൽ ഇയാളുടെ വായടയ്ക്കാൻ പറ്റൂ. ചെയ്യ്, ഒന്ന് വേഗം വിളിക്കരാമാ. അതെ, ഞാൻ വീണ്ടും പറയുന്നു, ആ ലോയർ ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി തരട്ടെ. അതെ, നെക്സ്റ്റ് ഡേ തന്നെ പെണ്ണ് കാണാൻ പോകാം, എന്നിട്ട് ചടങ്ങ് നടത്താം. അല്ലേ അച്ഛാ? അല്ലേ ഭാർഗു? ഓക്കെ അല്ലേ? ശരിയാ മേമ, ഇന്ന് തന്നെ പോയി ലോയറിനെ മീറ്റ് ചെയ്യാം. എത്രയും പെട്ടെന്ന് വിശ്വം ചെറിയസിനുള്ള ക്ലാരിറ്റി കൊടുത്തേക്കാം. അച്ഛാ, അപ്പോ എന്റെ ആദ്യത്തെ മോന. അവന്റെ കല്യാണത്തിന്റെ സന്തോഷം എനിക്ക് കാണില്ലേ? ഇദ്ദേഹം പറഞ്ഞത് കേട്ട് നിങ്ങൾ വിഷമിക്കരുത് അച്ഛാ. അച്ഛൻ നോക്കിക്കോ, അപ്പുവിന്റെ കല്യാണം ഒരു ആഘോഷമായിരിക്കും അച്ഛാ. ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടേക്കച്ഛാ. എത്രയും പെട്ടെന്ന് സീതയുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കുന്ന ചടങ്ങ് തീർക്കണം. എപ്പോൾ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് തീരുമാനിച്ച് എന്നെ അറിയിച്ചാൽ മതി. മുത്തശ്ശ, ഒന്ന് സമാധാനമായിട്ടിരിക്കെ. മേമയുണ്ടല്ലോ ഇവിടെ എല്ലാം നോക്കാൻ. ഞാൻ ഓഫീസിൽ പോയിട്ട് വേഗം വരാം. പോയിട്ട് വരട്ടെ. ഹലോ. ഹായ് മിസ്റ്റർ സൺ. ഹലോ മോളെ. എന്താ മാഡം, മുഖം ശരിക്കും എണ്ണയിലിട്ട പപ്പടം പോലെ തിളങ്ങി വന്നല്ലോ. എണ്ണയിലിട്ട പപ്പടോ? ആക്ച്വലി ഒരു കാര്യം അറിയോ, നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് ഓഫീസിലേക്ക് പോകുമെന്നും ഇങ്ങനെ ഒരു മൊമെന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തതേയില്ല. എന്റെ സ്വപ്നത്തിലൊക്കെ ഞാനും എന്റെ ഹസ്ബൻഡും വേറെ വേറെ ഓഫീസില് ആളെന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വരും, പോകുമ്പോ ബൈ ടാറ്റ എന്നൊക്കെ പറഞ്ഞ് ഒലിപ്പിച്ചു വരുമെന്നാണ് ഞാൻ കരുതിയത്. ഓൾസോ ഈവനിങ് പിക്ക് ചെയ്യാനോ ആള് തന്നെ വരും. തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ കടയിൽ നിന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഐസ്ക്രീമും പാനിപ്പൂരിയൊക്കെ കഴിച്ച് സമാധാനത്തോടെ വീട്ടിലേക്ക് പോകുന്നതായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ ഇപ്പൊ കണ്ടോ, നമ്മൾ രണ്ടുപേരും ഓരോ ഓഫീസില്. എന്നാലും സാറിനെ എനിക്ക് കയ്യിൽ കിട്ടുമെന്ന് ഒരേ സംശയം. വർഹോളിക് അല്ലേ, ഞാൻ എന്റെ സ്വപ്നങ്ങളെ അല്പം അൾട്രാ ചെയ്യേണ്ടി വരും. വളർത്താനാണോ കൊല്ലാനാണോ? സോറി, അല്ല ഈ പറയുന്നത് കളിയാണോ കാര്യമാണോന്ന് മനസ്സിലായില്ല. എന്നാലും ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നീ എനിക്ക് വേണ്ടി സ്വപ്നങ്ങളെ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നിനക്ക് വേണ്ടി കുറച്ചായിട്ട് അങ്ങ് മാറിക്കോളാം. എന്റെ ചക്കരക്കുട്ടി. റോഡാ ഇത്? റോഡാണെങ്കി എന്താ, ഇനി എവിടെയാണെങ്കി എന്താ? നീ എന്റെ ഭർത്താവ്, ഞാൻ നിന്റെ ഭാര്യ. അതെന്തായാലും മാറാൻ പോകുന്നില്ലല്ലോ. സോ ഐ ഡോണ്ട് കെയർ. സബാഷ് സബാഷ്, അടിപൊളി അടിപൊളി. ഭാർഗു, എങ്ങനെയുണ്ടായിരുന്നു? 2 ഗൂഗ്ലി, ഒരു ബൗൺസർ. ബാറ്റിംഗ് ടീം മൊത്തത്തിലേക്ക് ഔട്ടായില്ലേ? സബാഷ് സബാഷ്. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ഭാർഗു, നീ എന്റെ പെർഫോമൻസിന് എത്ര മാർക്ക് തരും? എന്തോ ഒരു ലക്കിന് സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. പിന്നെ നിന്റെ അച്ഛനൊന്നും പറയാതിരിക്കുന്നത് കണ്ടപ്പോ നിങ്ങളുടെ പെർഫോമൻസ് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി. സബാഷ് 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 സബാഷ്.
നിന്റെ ഗെയിമിന്റെ സ്ട്രാറ്റജി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഭാർഗവ്. വെൽ, അതിലെന്താ എഴുതിയിരിക്കുന്നെന്ന് എനിക്കറിയണം വിശ്വ. രാമന്റെ കല്യാണം ഞാൻ നടത്തി കൊടുത്തോളാം. പക്ഷേ അതിനു മുമ്പ് ആ വില്ലില് വാണി എഴുതി വച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയണം. ഈ ഭാർഗവി എന്ന രാക്ഷസി കളിക്കുന്ന കളിക്ക് അവളെല്ലാരെയും ശത്രുക്കളാക്കി മാറ്റും. ഇവളുടെ അന്ത്യം ആരുടെ കൈകൊണ്ടായിരിക്കും? ഭാർഗവ്, ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോളായിരിക്കും, അത് എടുക്ക്. വീണ്ടും വീണ്ടും വിളിക്കുന്നില്ലേ പാവം. അവൾക്ക് പണിയൊന്നുമില്ലെന്ന് കരുതി എനിക്ക് പണിയില്ലേ? വീണ്ടും വീണ്ടും ഫോൺ ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക. ഓ ഇടിയ ചാന്ദിനി. ഓ, ചെമ്പകത്തിന്റെ കോളായിരുന്നു. അല്ല ഭാർഗവന്റെ ശരിക്കുള്ള പ്ലാനിങ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സൈഡിൽ നീ രാമന്റെയും സീതയുടെയും കല്യാണം നടത്താൻ പോകുന്നു, ഇവിടെ ചാന്ദിനിക്കൊരു പ്രോമിസ് കൊടുത്തു, എന്നിട്ട് വേറൊരു മാച്ച് ഫിക്സ് ചെയ്തു. മാച്ച് ഫിക്സ് നടത്തിയിട്ടും ഇപ്പൊ അവളുടെ കോൾ അവോയ്ഡ് ചെയ്യുന്നു. അവിടെ സീതയെ റാമിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നു. ഓ ഭാർഗവ്, നിന്റെ ഗെയിമിന്റെ സ്ട്രാറ്റജി എനിക്ക് മനസ്സിലാവുന്നില്ല ഭാർഗവ്. വെൽ, അതിലെന്താ എഴുതിയിരിക്കുന്നെന്ന് എനിക്കറിയണം വിശ്വ. രാമന്റെ കല്യാണം ഞാൻ നടത്തി കൊടുത്തോളാം. പക്ഷേ അതിനു മുമ്പ് ആ വില്ലില് വാണി എഴുതി വച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയണം. അത്രയും കാലം ഇങ്ങനെ തല തിന്നുന്ന പുഴുക്കളെ ഞാൻ മൈൻഡ് ചെയ്യേയില്ല. ഞാൻ നോക്ക്, എന്റെ പ്ലാൻ എന്താ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊന്നും നിനക്ക് മനസ്സിലാവില്ല. അതിനെക്കുറിച്ച് വല്ലാതെ ആലോചിക്കണ്ട, പോവാൻ നോക്ക്. ആ, അതൊക്കെ പൊക്കോളാം. ഓക്കെ ഭാർഗവ്, ഓക്കെ, നോ പ്രോബ്ലം. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ ഭാർഗവ്, വാട്ട് എവർ. പക്ഷേ ഒരു കാര്യം അറിയില്ലേ ഭാർഗവ്, ഐ വാണ്ട് എ ഫെയർ ഡീൽ. ഇവിടെ ഒരു ഡീലേ ഇല്ല. നിനക്കൊരു ഫെയർ ഡീല് പ്രത്യേകം വേണോ? നീ കാത്തിരുന്നു. ഇനി നമ്മുടെ ഹീറോയിന്റെ എൻട്രി. ഹീറോയിൻ ഇതുവരെ എത്തിയിട്ടില്ല. ദീക്ഷിത, നീ എവിടെയാ? ഹീറോയിൻ മേക്കപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. മേക്കപ്പ് ചെയ്യാനൊന്നും ഇവിടെ സമയമില്ല. വേഗം വരാൻ പറ. സിഹി, ഹീറോയിൻ റെഡിയാണോ? വേഗം വിളിച്ചോണ്ട് വാ. എനിക്ക് തോന്നുന്നത് അവര് രണ്ടുപേരും വരില്ല എന്നാ. ഷൂട്ടിങ്ങോ ഇല്ല, ഒന്നുമില്ല. പാക്കപ്പ്. എന്തിനാ പാക്കപ്പ് പറഞ്ഞേ? എനിക്ക് ബോറടിച്ചു, അതുകൊണ്ടാ പാക്കപ്പ് പറഞ്ഞേ. ഹീറോയിന് റെഡിയാൻ അത്രയ്ക്ക് നേരം മതിയോ? ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് മേക്കപ്പ് ചെയ്തപ്പോ നീ പേക്കപ്പ് പറഞ്ഞോ? ഇത് ചതിയാ. ആ ശരി ശരി, ഷൂട്ട് ഒന്നും കൂടി തുടങ്ങാം. ആക്ഷൻ. അയ്യോ, നടക്കേണ്ടത് അങ്ങനെയല്ല. ഇങ്ങോട്ട് വാ. സിഹി, നീ നന്നായി ചെയ്യുന്നുണ്ടല്ലോ. നിനക്ക് ഹീറോയിൻ ആയിക്കൂടെ? ചേട്ടാ, നിങ്ങൾ അങ്ങനെ അവിടെ വെച്ച് സംസാരിച്ചൊക്കെ തെറ്റല്ലേ ചേട്ടാ? എടാ അനിയ, ഓൾ ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്നല്ലേ കേട്ടിട്ടില്ലേ? ഇപ്പൊ ക്രിക്കറ്റിലെ കാര്യങ്ങളും അങ്ങനെ തന്നെയാ. ഇതിലിപ്പോ ശരിയും തെറ്റുമൊക്കെ എന്താ ഉള്ളത്? അല്ല, ശരിക്കും നിന്റെ ഉദ്ദേശം എന്താ മനസ്സിലായില്ല. നിനക്കറിയാവുന്ന കാര്യമല്ലേ ചേച്ചിയും ചേട്ടനും? എല്ലാം അറിയാം. അവരുടെ ആഗ്രഹങ്ങളും ചിന്തകളും ഒക്കെ എനിക്കറിയാം. ബട്ട് സത്യം നീ ഒന്നറിഞ്ഞു വെച്ചോ, നിനക്ക് ഈ വീട്ടിൽ കഴിയുമ്പോൾ
ഭക്ഷണമെങ്കിലും കിട്ടുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഭാര്യ എന്ന് പറയുന്നത് നിന്റെ കൂടെ തന്നെയുണ്ട്. ചേട്ടാന്ന് പറഞ്ഞ് നിന്റെ കയ്യിൽ പിടിക്കുന്ന ഒരുത്തി. പക്ഷേ എൻ്റെ അവസ്ഥ നിനക്കറിയില്ലല്ലോ. എൻ്റെ സേഫ്റ്റി ഞാൻ തന്നെ നോക്കണ്ടേ ബ്രദർ? ഇതൊക്കെ എനിക്ക് കിട്ടുമെന്നുള്ള ഉറപ്പിൻ്റെ ബലത്തിലല്ല. നീ വേറെ ആരോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അറിയുന്നതല്ലേ, നന്നായിട്ട് അറിയുന്നതല്ലേ. നോക്ക്, ചില സമയത്ത് പറയുന്ന നമ്മുടെ വാക്കുകളാണ് നമ്മൾ ജീവിപ്പിക്കുന്നത്. നിന്നെയും കൂടിയാ സത്യ. ജീവിക്കാനുള്ള വഴി നോക്ക്. എന്തായാലും അച്ഛൻ നിന്റെ പേരിലും ആസ്തി എഴുതിയിട്ടുണ്ടല്ലോ. സോ കാര്യങ്ങൾ ഇപ്പൊ സ്വത്ത് വിഭജനം വരെ എത്തി നിൽക്കുന്നു. രാമന്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഈ രാമായണം അവസാനിപ്പിക്കുന്നത് നല്ല കാര്യമാണ്. അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്ന മരുമോള് വനവാസം അനുഭവിക്കേണ്ടതായി വരും. ഒരു പാവം കുട്ടിയാണ്. ഈ ഭാർഗവി എന്ന രാക്ഷസി കളിക്കുന്ന കളിക്ക് അവളെല്ലാരെയും ശത്രുക്കളാക്കി മാറ്റും. ഇവളുടെ അന്ത്യം ആരുടെ കൈകൊണ്ടായിരിക്കും?